ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ ഇതാട്ടോ. 2 പാവക്കൂണിനെ നമ്മുടെ മുറ്റത്തുനിന്ന് തന്നെ കിട്ടി കേട്ടോ. പൂച്ചെടിയൊക്കെ നിൽക്കുന്നതിൻ്റെ ഇടയ്ക്കുന്ന് കിട്ടിയതാണേ. അപ്പോൾ ഇന്ന് നമ്മുടെ ഒരു സ്പെഷ്യൽ കറി ഇന്ന് പാവക്കൂണാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഒരുക്കി വെച്ചു. ഒന്നും കൂടെ ഇനി അത് ഒന്നും കൂടി ഒന്ന് വൃത്തിയാക്കി പിന്നെ കഴുകി പച്ചമഞ്ഞൾ അരച്ച് തിരുമ്മി കുറച്ച് സമയം വെച്ചിരിക്കണം. എന്നിട്ട് നമ്മളിത് തോരൻ വയ്ക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു സ്പെഷ്യൽ കറി, ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ കറി ഈ പാവക്കൂണാണേ. അപ്പോൾ നമുക്ക് അതൊന്ന് വയ്ക്കാൻ നോക്കാവേ. അനുമോളും മോനും കൂടെ കൂടി ഇന്ന് അനുമോക്കടെ വീട്ടിൽ പോകുക കേട്ടോ. ഞായറാഴ്ചയല്ലേ, അപ്പോൾ അവരങ്ങനെ അവരുടെ വീട്ടിൽ പോകുന്നു. പിന്നെ പോയിട്ട് ഞാനും പപ്പയും മാത്രം ഇവിടെ ഇരുന്ന് കുറേ ജോലികളും പണികളും. പപ്പയ്ക്ക് ഏലത്തൈ നടണം, എനിക്ക് അത്യാവശ്യം വീട്ടിൽ പണിയുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം ഞായറാഴ്ച ഇങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു. അങ്ങനെയാണ് ഇന്നത്തെ നമ്മുടെ ഒരു കുഞ്ഞു വീഡിയോ, ചെറുത് അതും ഇതുമൊക്കെ ആയിട്ട് ഒരു ഫുൾ വീഡിയോ ഇന്ന് നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുന്നു കേട്ടോ. ഇറങ്ങി. പപ്പേനെ കണ്ടില്ല, ഇങ്ങോട്ട് നോക്കി ഒന്ന് കായ് പറഞ്ഞേരേ. ഉണ്ടോ? അപ്പോൾ അനുമോളൊക്കെ അവിടെ വീട്ടിൽ പോയി അച്ഛനെയും അമ്മേനെ കാണണം. കുറേ ദിവസമായിരുന്നു അവർ രണ്ടുപേരും കൂടെ പോയിട്ടേ. അതുകൊണ്ട് അവർ വീട്ടിൽ പോയിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് പോകുന്നു. പിന്നെ അനുവിൻ്റെ വീട്ടിൽ റംബൂട്ടാൻ പഴുത്ത് കിടക്കുന്നു. ഇഷ്ടം പോലെ റംബൂട്ടാനുണ്ടെന്നാണ് പറഞ്ഞത്. എല്ലാം കിളികളും വാവിലും ഒക്കെ കൊണ്ടുപോയി തീർന്നു. അപ്പോൾ അതുകൊണ്ട് കുറച്ച് റംബൂട്ടാനൊക്കെ കൊണ്ടുവരാമെന്ന് പറഞ്ഞ് എന്നാ മുന്നോട്ടും പുറകോട്ടും കയറി വരുന്നേ. ഏതാ? അപ്പോൾ അവരങ്ങനെ വീട്ടിൽ പോകുന്നു. വൈകിട്ട് വരും കേട്ടോ, വൈകുന്നേരം ആകുമ്പോഴത്തേനും വരും. ഒരു കാറിനാണെങ്കിൽ എങ്ങും നിർത്താതെ പോയ 1 മണിക്കൂർ യാത്ര. ഇങ്ങോട്ട് പോരുമ്പോൾ കയറ്റം, അങ്ങോട്ട് പോകുമ്പോൾ ഇറക്കാം. പിന്നെ അങ്കിളും ആൻറ്റിയും അങ്ങനെ അവരെയൊക്കെ കൂട്ടിയാണ് കേട്ടോ പോകുന്നത് ഇന്നത്തെ യാത്ര. അതിലേ ഇറങ്ങി. അത് നമ്മുടെ തറവാടാട്ടോ, എൻ്റെ വീടാണേ. അപ്പോൾ അത് വാടകയ്ക്ക് കൊടുത്തേക്കുന്ന ആ വീടിൻ്റെ മുറ്റത്ത് കൂടി വേണം നമുക്ക് ഇറങ്ങി താഴോട്ട് പോകാൻ. മൊത്തത്തിലങ്ങനെ ഒന്നിച്ച് കിടക്കുന്ന പറമ്പാണ്, പിന്നെ വേർതിരിച്ചിട്ടൊന്നുമില്ല. അപ്പം അവിടെ ഇറങ്ങി തറവാടിൻ്റെ മുറ്റത്ത് ഇറങ്ങിയിട്ട് വേണം. വണ്ടിയും കൊണ്ടായാലും നമ്മൾ നടന്നു പോയാണെങ്കിൽ നമുക്ക് ഇതേ റൂട്ടിൽ ചെല്ലാൻ പറ്റുള്ളൂ കേട്ടോ. ഇതാണ് ഈ അതും ഇതൊക്കെ നിൽക്കുന്നതുകൊണ്ടൊന്നും കാണത്തുമില്ല അല്ലേ. വാഴ നിൽപ്പുണ്ട്, തെങ്ങ് നിൽപ്പുണ്ട്, താഴെ ഏലം നിൽപ്പുണ്ട്. ഇത് ശരിക്കും കാണത്തില്ല, അതേ ഇറങ്ങിപ്പോകുന്നു. രണ്ടുപേർക്കൊന്ന് ലീവായതുകൊണ്ടാണ് അനുവിൻ്റെ വീട്ടിൽ പോകുന്നത്. എന്തായാലും കുറച്ച് റംബൂട്ടാനും ഒക്കെ കൊണ്ടുവരട്ടെ അവരെ. നമ്മുടെ വീട്ടിലങ്ങ് റംബൂട്ടാൻ നട്ട് പിടിപ്പിച്ചിട്ട് എന്ത് ചെയ്താൽ പിടിക്കുകയല്ലേ. കുറേ നാൾ, ഒരു കൊല്ലം കഷ്ടി നിൽക്കും, അല്ലെങ്കിൽ 1.5 കൊല്ലം നിൽക്കും. അത് കഴിയുമ്പോഴത്തേനും അങ്ങ് ഉണങ്ങിപ്പോകും. അതാണ് നമ്മുടെ നാട്ടിൽ, നമ്മുടെ പറമ്പിൽ അങ്ങനെ കുറേ കല്ലും കൂട്ടമൊക്കെ ആയതുകൊണ്ടേ പിടിക്കാൻ ഭയങ്കര പാടാണ്. തായ്വേര് ഇറങ്ങി ചെന്ന് പാറയിൽ കിട്ടും. എന്നും ഞാൻ നമ്മുടെ ഈ കാന്താരിമുളക് കാണിക്കും കേട്ടോ. ഇതുകൊണ്ടോ നിറച്ചുണ്ടായി, പക്ഷിയെല്ലാം തിന്ന് മടുത്ത് കിടക്കുവാണേ. ഈ മുളക് മുഴുവനും പഴുത്ത് കിടക്കണത് അങ്ങനെ, പച്ചയ്ക്ക് കിടക്കുന്നത് അങ്ങനെ ഉണ്ട്. നിലത്ത് മുട്ടി നിൽക്കുന്നു. പിന്നെ ഇതുണ്ട്, അത്രയും പൊക്കത്തിൽ പോയിരിക്കുന്നു. അതാണ് കാന്താരി മുളകിൻ്റെ അവസ്ഥ. ഇത് നമ്മുടെ കപ്ലങ്ങ, നമ്മുടെ നാട്ടിൽ കപ്ലങ്ങ എന്ന് പറയും. വേറെ ചിലയിടത്തൊക്കെ പപ്പായ എന്ന് പറയും. പിന്നെ എന്നാ കർമൂസയോ അങ്ങനെ എന്തോ ഒരു പേര് കണ്ണൂരുകാർ പറയുമെന്ന് പറഞ്ഞു. അയ്യോ, കണ്ണൂരാണോന്നൊന്നും അറിയത്തില്ല കേട്ടോ. കർമൂസാന്ന് ഞാൻ വീഡിയോയിൽ ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട്. എവിടെയാണെന്ന് എനിക്കറിയില്ല ശരിക്കും. ഇനി അങ്ങനെ പറഞ്ഞു എന്ന് വിചാരിച്ച് എന്നെ ആരും വഴക്കൊന്നും കൂടണ്ട. അപ്പോൾ ഇനി ഞാൻ നമ്മുടെ അടുക്കളയ്ക്കകത്തുള്ള കുറച്ച് പണികളൊക്കെ നോക്കട്ടെ കേട്ടോ. മുഴുവൻ പണികൾ ചെയ്യാൻ പറ്റത്തില്ല, എന്നാലും കുറച്ച് പണികളൊക്കെ. ഇന്നെന്തായാലും നല്ല തോർച്ചയുണ്ട്, പക്ഷേ അങ്ങനെ വെയിലൊന്നുമില്ല കേട്ടോ. ഉണ്ടോ, ഇരുണ്ട് മൂടിയ ആകാശം.
അപ്പോൾ ബാക്കി കാര്യങ്ങളുമായിട്ട് അടുക്കളയിലേക്ക് പോകാം. രാവിലെ നമ്മൾ പറിച്ച് വെച്ച കൂണുണ്ടല്ലോ, കൂണ് പിന്നെ ഒരുക്കി മഞ്ഞൾപ്പൊടി തിരുമ്മി വെച്ചിരുന്നതാണ്. പച്ചമഞ്ഞൾ, ഒരു കഷ്ണം പച്ചമഞ്ഞൾ കൂടെ അരച്ച് തിരുമ്മി വെച്ചിരുന്നു. എപ്പോഴാണ് വീണ്ടും അത് വെള്ളം ഒഴിച്ച് കഴുകി വാരി പിഴിഞ്ഞെടുത്തു. എന്നിട്ട് പിന്നെ തോരൻ വയ്ക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അരപ്പുണ്ടാക്കി വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായിരിക്കുന്നു. അപ്പോൾ ഇതിനകത്ത് കടുകൊക്കെ ഇട്ട് പൊട്ടിച്ച്, ഇതിനകത്ത് ഞാൻ വെളുത്തുള്ളി, ഇഞ്ചി, കുരുമുളക് അങ്ങനെയുള്ള ഒരു സാധനങ്ങളും ചേർക്കുന്നില്ല കേട്ടോ. സാധാരണ വെക്കുന്ന രീതിയിലുള്ള തോരനാട്ടോ വെക്കുന്നത്. അപ്പം ഇച്ചിരി കടുകൊക്കെ എടുത്തിട്ടെ കേട്ടോ. കടുക് നന്നായിട്ട് പൊട്ടി കഴിയുമ്പോൾ നമുക്ക് കറിവേപ്പില ഇട്ട് ഉള്ളി പിന്നെ അരപ്പും ഒക്കെ ഇട്ട് വഴറ്റിയതിന് ശേഷം ഉപ്പുമൊക്കെ ചേർത്ത് വഴറ്റിയതിന് ശേഷം നമുക്ക് കൂണിടാം കേട്ടോ. എന്നിട്ട് തോരൻ വെക്കാം. ഇതിനകത്തേക്ക് നമുക്ക് അരപ്പം കൂടി ഇട്ട് വഴറ്റാം. അപ്പോൾ അരപ്പ് എണ്ണക്കകത്ത് കിടന്നൊന്ന് വരണ്ട് കഴിയുമ്പോൾ നന്നായിട്ട് വെന്ത് വരട്ടോ, എണ്ണയും കൂടി ചേർന്ന് അതിന് ശേഷം നമുക്ക് കൂണിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇനി അരപ്പ് ചേർക്കാം. കണ്ടോ, ഇതുപോലെ എണ്ണക്കകത്തിട്ട് വഴറ്റി പച്ചമണം മാറിക്കഴിയുമ്പോൾ നമുക്ക് കൂണിട്ട് കൊടുക്കാം കേട്ടോ. ഇത് നന്നായിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കൂണ് കറി നല്ല ഭംഗിയായിട്ട് തോരൻ വെച്ച് ഉണക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടോ, കുറച്ച് സമയമായി ഞാൻ തീ ഓഫ് ചെയ്ത് വെച്ചിട്ട് ഒരു കൂട്ടം പണികൾ ചെയ്ത് കിടന്നുകൊണ്ട് അപ്പോഴേ തീ ഓഫ് ചെയ്ത് വഴിയൊന്നും വീഡിയോ എടുത്തില്ല. എന്താ സൂപ്പർ ടേസ്റ്റാട്ടോ, നല്ല ടേസ്റ്റാണ്. അങ്ങനെ തോരൻ വെച്ചെടുത്തു കേട്ടോ. അതാണ് ഈ വർഷത്തെ കൂണ് ആദ്യമായിട്ട് തോരൻ വെച്ചത്. ഇനി ഈ കർക്കിടക മാസത്തിൽ കറുത്തവാവിനൊക്കെ ഇഷ്ടംപോലെ പെരുങ്കൂണുണ്ടാകുമെന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെ കിട്ടുവാണെങ്കിൽ അപ്പോൾ അതും നമുക്ക് കറിയാക്കാം, കിട്ടിയെങ്കിൽ. ഞങ്ങളുടെ ചെറുപ്പത്തിലൊക്കെ കൂണ് കറി വെക്കുന്നത്, കൂണിങ്ങനെ കിട്ടുമ്പം തൊണ്ട് പൊളിച്ച് കഴുകി വാരി അരിഞ്ഞിട്ട് നുറുക്കി ഇങ്ങനെ കീറിയെടുക്കും. അതിൻ്റെ കൂണിൻ്റെ കാലം കൊണ്ട് വട്ടം കണ്ടിച്ച് അതും കീറിയെടുക്കും. എന്നിട്ട് കഴുകി വാരി അല്പം പച്ചമഞ്ഞൾ അരച്ച് തിരുമ്മി അങ്ങ് വെക്കും. എന്നിട്ടത് കഴുകി വാരി മൺചട്ടിയിലേക്കിട്ട് തേങ്ങയും ചിരണ്ടിയിട്ട്, ചിലപ്പോൾ തേങ്ങ ചിരണ്ടിയിടും, ചിലപ്പം ഒതുക്കി വെക്കും കേട്ടോ. ചുമന്നുള്ളി, തേങ്ങയും കാന്താരി മുളകും ഇത്ര ഒതുക്കിയിട്ട് കരിയാപ്പില ഊരിയിട്ട് മൺചട്ടിക്കകത്തങ്ങ് പറ്റിക്കും. നന്നായിട്ട് പറ്റിച്ച് വേവിച്ച് ഉണക്കി എടുത്ത് കഴിയുമ്പം തീയെന്ന് വാങ്ങുന്നതിന് മുമ്പ് അതിൻ്റെ പച്ചവെളിച്ചെണ്ണ ഒഴിക്കും കേട്ടോ. പച്ചവെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ച് ഒന്നും കൂടെ ഇളക്കി കൂട്ടിയെടുക്കും. അങ്ങനത്തെ തോരൻ കറിയായിരുന്നു ചെറുപ്പത്തിൽ വെച്ചുകൊണ്ടിരുന്നത് കൂണ്. ഇപ്പം ഇങ്ങനെയൊക്കെ കാട്ടിയൊക്കെ വെച്ചു കേട്ടോ. ഇച്ചിരി വിശാലമായിട്ടങ്ങ് വെക്കുകയും ചെയ്ത്.